ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇന്നസെൻ്റ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ഇടവേള ബാബുച്ചനൊക്കെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് എത്ര നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംവിധാനത്തെയാണ് ഈ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. ഇടവേള ബാബു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ്, ഒരു പിയൂണ് ചെയ്യുന്നത് പോലെ അവിടുത്തെ എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്. അദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്തുകൊണ്ടാവട്ടെ, ഇടവേള ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ AMM എന്ന് പറയുന്ന സംഘടനയുടെ നട്ടല്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുക. പിന്നീട് അൻസിബ ഹസൻ ഈ വിഷയം പറഞ്ഞു എന്ന് പറയുമ്പം അൻസിബ ഹസനെ വർഗീയവാദിയായിട്ട് ജിഹാദിയായിട്ട് മുദ്ര കുത്തുക. ഇപ്പം ഇതിനകത്ത് പിന്നെ അത് മാത്രമല്ല, നീനാക്കുറുപ്പിനെ ലക്ഷ്മി പ്രിയ തെറി വിളിക്കുന്ന ഓഡിയോ അതുവരെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ കുക്കു പരമേശ്വരൻ ചേതാമേനോനെ തൊടാൻ അനുവദിക്കുന്നില്ല ഒന്നും. ചേതാമേനെ ചെയ്യാൻ ആഗ്രഹമില്ലാണ്ടല്ല, കുക്കു പരമേശ്വരൻ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുക. രാജമേ നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, അമ്മയിലെ പ്രശ്നം ഓരോ ദിവസവും മൂർച്ഛിച്ചു വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു നാഥനില്ല കളരി പോലെയായി ഈ അമ്മ AMM എന്ന് പറയുന്ന സംഘടന എന്ന് പറയാതിരിക്കുന്ന വയ്യ. ടിനി ടോമും അതോടൊപ്പം തന്നെ ലക്ഷ്മി പ്രിയ, പിന്നെ കുക്കു പരമേശ്വരൻ, ഈ 3 പേരിലേക്കാണ് എല്ലാവരുടെയും ആരോപണങ്ങൾ എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇന്നസെൻ്റ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ഇടവേള ബാബുച്ചനൊക്കെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് എത്ര നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംവിധാനത്തെയാണ് ഈ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. അല്ല, AMM എന്ന് പറയുന്ന സംഘടന രൂപീകൃതമാകുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഹരിഹരനാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് MG സോമനായിരുന്നു തോന്നുന്നു ആദ്യത്തെ പ്രസിഡന്റ്. അതിൻ്റെ പിന്നീട് ദീർഘകാലം ഇന്നസെൻ്റ് പ്രസിഡൻ്റായി. ഇടവേള ബാബു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ്, ഒരു പിയൂണ് ചെയ്യുന്നത് പോലെ അവിടുത്തെ എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്. അദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്തുകൊണ്ടാവട്ടെ, ഇടവേള ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ AMM എന്ന് പറയുന്ന സംഘടനയുടെ നട്ടല്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുക. ഇപ്പോൾ ഇതിനകത്ത് ഈ കുറേ പെണ്ണുങ്ങൾ തമ്മിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ആൺപെൺ വ്യത്യാസമൊന്നും പറയുകയല്ല. നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, 4 മല തമ്മിൽ ചേരും, വേറെന്തോ 4 തമ്മിൽ ചേർത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിനോടൊന്നും എനിക്ക് വിയോജിപ്പുള്ള ആളാണ്. അതൊന്നും ഞാൻ ഇപ്പോൾ അയക്കും നടക്കുന്നില്ല. പക്ഷേ ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ നീനാക്കുറുപ്പും ലക്ഷ്മി പ്രിയയും തമ്മിൽ സംസാരിച്ച ഒരു ഓഡിയോ അത് വലിയ വിവാദമായിരിക്കുന്നു. പിന്നെ ഈ ലക്ഷ്മി പ്രിയ ആരാണെന്ന് ആലോചിക്കണം. ഈ ലക്ഷ്മി പ്രിയ ഇതിൻ്റെ വിവാദത്തിൻ്റെ നീനാക്കുറുപ്പാണെന്ന് ഏറ്റവും വലിയ ഇതിനകത്തുള്ള ടിനി ടോമും നീനാക്കുറുപ്പുമാണ് ഇതിനകത്ത് 1-2 പ്രതികളെന്ന് ഞാൻ പറയും. കാരണം ഇതിനകത്ത് അറിയുന്നിടത്തോളം വിവരങ്ങൾ വെച്ചിട്ട്, നമുക്കറിയാവുന്ന പരിമിതമായ സോഴ്സ് വെച്ചിട്ട് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇതിൽ നിന്നിപ്പോൾ ഒരു രീതിയിൽ സഹകരിക്കാത്ത രീതിയിൽ വിട്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കൈനീട്ടമൊക്കെ അവർക്ക് നേരിട്ട് കൊടുക്കാനറിയാം. അവർക്ക് കൈനീട്ടം നേരിട്ട് കൊടുക്കാനറിയാം. അവർക്ക് പിന്നെ അവർ കുറച്ച് പേര് ചേർന്നിട്ട് വേറെ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയാൽ മതി. അമ്മയുടെ ഓഫീസിലോട്ടാണ് പോകാതിരുന്നാൽ മതി. ഈ കൈനീട്ടം എത്തിക്കേണ്ടവർക്കും ബാക്കി സാധനം എത്തിക്കേണ്ടവർക്കും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഇവർ തന്നെയാണ് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാതെ ഈ കണ്ട ടിനി ടോമും ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞാൽ എന്തുവാ? ലക്ഷ്മി പ്രിയ ഒരിക്കൽ പറഞ്ഞേക്കുകയാണ്, മോഹൻലാലിൻ്റെ ഒരു നഖം കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് സൂക്ഷിച്ച് വെക്കാമായിരുന്നു, സൂക്ഷിച്ച് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമെന്ന് ലക്ഷ്മി പ്രിയ പറഞ്ഞതാ. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, മോഹൻലാലിൻ്റെ വിസർജ്യം കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചേക്കുക, അതിന് ചന്ദനത്തിൻ്റെ സുഗന്ധം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് അതിന് ഒരു ഫേസ്ബുക്കിൽ കമൻറ്റ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് ഇതൊക്കെ സ്ഥിതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ചെയ്യുക. അങ്ങനെ പറയുമ്പോഴെങ്കിലും മോഹൻലാൽ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു വേഷം കിട്ടണം. അല്ലാതെ ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞ നടി അഭിനയിച്ച ഏതെങ്കിലും സിനിമ സിനിമയ്ക്ക് ഓർമ്മയുണ്ടോ? ഈ അടുത്ത കാലത്തൊന്നും ഓർമ്മയില്ല. എനിക്ക് പണ്ടുള്ളത് ഓർമ്മയില്ല. ഞാൻ നീനാക്കുറുപ്പെന്ന് പറഞ്ഞ് ഞാൻ ഒരു അറഗൻ്റ് ക്യാരക്ടറായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. പലപ്പോഴും അവരെ പല ഇൻ്റർവ്യൂസോ കാര്യങ്ങളൊക്കെ എടുത്ത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം. ശ്വേതാമേനോനെ പോലെയുള്ള ഒരു സ്ത്രീ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സന്തോഷമാണ് തോന്നിയത്. കാരണം പ്രത്യേകിച്ച് വനിതാ ശാക്തീകരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന സമയത്ത് AMM പോലെയുള്ള ഒരു ബൃഹത്തായ ഒരു സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നു, അതും മത്സരത്തിലൂടെ വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ആക്ഷേപം എന്ന് പറഞ്ഞപ്പോൾ മാലാപാർവതി പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് ഒരു ഓൺലൈൻ മാധ്യമത്തിന്, മലയാളത്തിൽ അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഓൺലൈൻ മാധ്യമം ഇതിനകത്ത് കുറേ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്. ഓൺലൈൻ മാധ്യമത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ ചാമ്പ്യന്മാരാകാൻ വേണ്ടി തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അവിടെ ഇതാക്കുക ഇവിടെ ഇതാക്കുക, എന്നിട്ട് AMM ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയണം. ഇത്രയേ ഉള്ളൂ. ആ മാധ്യമത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പം ഈ ഓൺലൈൻ മാധ്യമത്തിന് മാത്രം വിവരങ്ങൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് കൊടുക്കുന്നു? ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ മറ്റേ എന്താണ് സെക്രട്ടറിയുടെ പേര് നീനാക്കുറുപ്പ്, എന്താ കുക്കു പരമേശ്വരനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ കുക്കു പരമേശ്വരനാണെങ്കിലും കക്കു പരമേശ്വരനാണെന്നുണ്ടെങ്കിലും എന്ത് പരമേശ്വരനാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യേണ്ടത് അവരുടെ എന്തെങ്കിലും തീരുമാനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ഒന്നുകിൽ പത്രസമ്മേളനം, ഒരു പിന്നെ പ്രസ് മീറ്റ് വിളിക്കുക, വേണ്ട ഒരു പ്രസ് റിലീസ് എടുത്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കണ്ടേ? ഇമെയിൽ അയച്ചാൽ പോരെ, വാട്സപ്പ് ചെയ്താൽ പോരെ?
പ്രസ് റിലീസ്. അല്ലാതെ ഒരു ചാനലിന് മാത്രമായിട്ട് കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു പൈസ മേടിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണ്ടേ? അതായത് എക്സ്ക്ലൂസീവ് ആണല്ലോ, വേറെ ആർക്കും കിട്ടാത്ത ഒരു ചാനലിന് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനൊരു മാസപ്പടി മേടിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം എൻ്റെ അഭിപ്രായത്തിൽ. അല്ല, ഇപ്പം മാസപ്പടി ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ നടത്തിയിട്ടുള്ള പല പ്രോഗ്രാമുകളിലും തട്ടിപ്പുകളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ചില തർക്കങ്ങളുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അത് കൂടാണ്ട് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ദല്ലാൽ നന്ദകുമാറിന്റെ സ്പോൺസർഷിപ്പാണ്. വെണ്ണല ശ്രീ മഹാദേവ ക്ഷേത്രം 75 ലക്ഷം രൂപ, അതായത് വെണ്ണല ശിവക്ഷേത്രത്തിലെ വെണ്ണല ശിവക്ഷേത്രത്തിന്റെ അവര് പിന്നെ ഇവരുടെ AMMയുടെ കുടുംബമേള നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ടൈറ്റിൽ സ്പോൺസർമാരായിട്ട് മാറുക, അതിന് 75 ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളതായിരുന്നു വന്നത്. ഇതിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് അൻസിബ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തു. അൻസിബ പറഞ്ഞത് ഇന്ന് അങ്ങനെ ടൈറ്റിൽ റോൾ പിന്നെ സ്പോൺസറായിട്ട് ഒരു ടീമിനെ വെച്ചാൽ നാളെ വേറുള്ളവരെ വെക്കേണ്ടി വരും. അതാലോചിച്ചിരിക്കേ. കാരണം ഇവർക്ക് ഇവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിക്കകത്ത് അല്ലാതെ സ്പോൺസർ ചെയ്യാൻ ആൾക്കാർ തയ്യാറാവും. അതിനിടയിൽ 75 ലക്ഷത്തിന് വേണ്ടിയിട്ട് അവരെ ടൈറ്റിൽ സ്പോൺസറാക്കിയിട്ട് മാറ്റണോ എന്നുള്ളത് ചോദിക്കുന്നത്. മാത്രമല്ല, അമ്പലത്തിൻ്റെ പണി ഇതാണോ? ഒരു അമ്പലത്തിൻ്റെ പണി, ആരാധനാലയത്തിൻ്റെ പണി ഇവിടുത്തെ താരങ്ങളുടെ കുടുംബമേള നടത്തലാണോ പണി? അവർക്ക് ആ പൈസ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ചാരിറ്റി ചെയ്തൂടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തൂടെ? അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ, അത് മാത്രമല്ല, ശ്വേതാമേനോനെ നോക്കുകുത്തി ആക്കിയിട്ടാണ് ഈ കുക്കു പരമേശ്വരൻ ഇതിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്യുന്നത്. മാത്രമല്ല, അവർ പിന്നീട് ഈ അക്കാദമിയുടെയും കൂടെ എന്തോ ചുമതലയും കൂടെ ഒക്കെ വന്നല്ലോ, ചലച്ചിത്ര അക്കാദമിയുടെ എന്തോ ഗുണാണ്ടറായ. അതിപ്പോൾ ആ അഹങ്കാരം ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അക്കാദമി പുനഃസംഘടിപ്പിക്കപ്പെടും, പിന്നെ ഭരണം മാറിയുണ്ട്. അതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു ഏകാധിപത്യ രീതിയിലും അതുവരെയുള്ള രീതിയിൽ നിന്ന് ബോഡി ലാംഗ്വേജ് മാറുക, ആളുകളെടുത്ത് അത്യാസരത്തിൽ ഇതാകുക, അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് സെക്യൂരിറ്റി സ്റ്റാഫ് തൊട്ട് അവിടുത്തെ സീപ്പേഴ്സ് തൊട്ട് അവിടുത്തെ ക്ലറിക്കൽ സ്റ്റാഫ് വരെയുള്ളവർക്കുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുക, ഇവരുടെ പിന്നെ ഒരു ആജ്ഞാസ്വരത്തിൽ സംസാരിക്കുക, വല്ലാതെ കമാൻഡ് ചെയ്യുക, പലതും ശ്വേതാമേനോനോട് പിന്നെ ആ പ്രസിഡന്റിനോട് ആലോചിക്കാതെ തീരുമാനം എടുക്കുക. സംഭവം ശരിയാണ്, പ്രസിഡന്റിനേക്കാൾ കൂടുതൽ അവിടെ പിന്നെ അവർക്ക് പിന്നെ പദവി അധികാരം ഉള്ളത് സെക്രട്ടറിക്കാണ്. പക്ഷേ AMMയുടെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന ആൾക്കാരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ. അവർ എല്ലാ തീരുമാനങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്തിരുന്നത്. അവരാ പദവിയിൽ ഇരുന്നേ ഉള്ളൂ. അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഇന്നസെൻ്റൊക്കെ ഇരിക്കുമ്പോൾ ഇന്നസെൻറ്റിന് കൊടുക്കേണ്ട എല്ലാ ആദരവും കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പിന്നെ വനിതകൾ ഇത്രയും സ്ഥാനത്ത് കീ പോസ്റ്റുകളിലെല്ലാം വനിതകൾ വന്ന സമയത്ത് പിന്നെ ടിനി ടോം ഉൾപ്പെടെയുള്ള എല്ലാ വനിതകളും അതിനകത്തിരിക്കുമ്പം പിന്നെ അല്ലേ, ടിനി ടോം എന്ന് പറയുന്നത് എനിക്ക് പേര് കേട്ടിട്ടുണ്ട്. ആണോ പെണ്ണോ? ടിനി ടോം ആണോ? ആണോ? എന്തോ ആയാലും പിന്നെ ഞാൻ പെണ്ണാന്ന് എഴുതി, എനിക്ക് വലിയ പരിചയമൊന്നും. ഓക്കെ, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ അങ്ങനെയാണെങ്കിൽ ടിനി ടോം ആണാണ് ഞാൻ പറഞ്ഞത്. പ്രേക്ഷകർ ക്ഷമിക്കുക, എനിക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ശ്വേതാമേനൊക്കെ എനിക്ക് പിന്നെ അറിയാം, നമ്മൾ പാലരി മണിക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകൾക്കകത്ത് നമുക്കറിയാം. അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നീട് അൻസിബ ഹസൻ ഈ വിഷയം പറഞ്ഞു എന്ന് പറയുമ്പം അൻസിബ ഹസനെ വർഗീയവാദിയായിട്ട് ജിഹാദിയായിട്ട് മുദ്ര കുത്തുക. അൻസിബ ഹസൻ എന്ന് പറയുന്നൊരു പെൺകുട്ടി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെ പിന്നെ പല ഇൻ്റർവ്യൂസിലും അവരുടെ അല്ലാതെ പല പരിപാടികളിലും അവരുടെ ഡ്രസ്സിങ് വളരെ മാന്യമാണ്, പക്വതയുള്ളൊരു കുട്ടിയാണ്, വളരെ പക്വതയുള്ള പെൺകുട്ടി, നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്നൊരു പെൺകുട്ടി. ഇന്നത്തെ പുതിയ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് ആദരവ് തോന്നുന്നൊരു പെൺകുട്ടി, ഏറ്റവും മാതൃകാപരമായി സംസാരിക്കുന്നിടത്തും ആ മിതത്വമുണ്ട്, ഡൗൺ ടു എർത്താണ്, ഒക്കെയാണ്. അത് മാത്രമല്ല, ഇവർ ഈ സഞ്ജീവനി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഇവർക്ക്. ഈ പിന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് സഹായം, മരുന്ന് ഉൾപ്പെടെയുള്ളതൊക്കെ എത്തിച്ചു കൊടുക്കുന്നിടത്ത് അതിനകത്ത് അതിൻ്റെ ഉത്തരവാദിത്വം അൻസിബ ഹസനായിരുന്നു. ആ സമയത്ത് ഈ അൻസിബ ഹസൻ ഇവരുമായിട്ടൊക്കെ ഈ കൃത്യമായിട്ട് പണിയെടുക്കുകയും അങ്ങനെ ഈ ആളുകളുമായിട്ടൊക്കെ വളരെ വ്യക്തിപരമായ നല്ല ബന്ധം ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അൻസിബ ഹസന് വളരെ വലിയ സ്വീകാര്യതയുണ്ട്. കാരണം അൻസിബ ഹസൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പം നേരിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലാത്ത, ഫോണിൽ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല, സിബി സംസാരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്ത പിന്നെ അൻസിബ ഹസനോട് നമുക്ക് ഒരു ഇഷ്ടവും ആദരവും തോന്നുന്നുണ്ടെങ്കിൽ അൻസിബ ഹസനുമായിട്ട് ഡീൽ ചെയ്യുന്ന, അൻസിബ ഹസനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഈ മരുന്നും കൊടുത്ത് അവരെ സ്വാതന്ത്ര്യപ്പിച്ച് അവരുടെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന രീതിയിലുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയെതിരായിട്ടാണ് പിന്നെ ഇവരെന്ത് ചെയ്തു. പിന്നീട് അൻസിബ ഹസൻ അങ്ങനെ സ്വീകാര്യത കൂടുന്നു കണ്ടപ്പോൾ ഈ സഞ്ജീവനിയുടെ ചുമതലയിൽ നിന്ന് അൻസിബ ഹസനെ മാറ്റുന്നു കുക്കു പരമേശ്വരൻ. അത് മാറ്റുന്നു കാരണം ഇവരോട്ട് ചെയ്യത്തുമില്ല. കുക്കു പരമേശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ പോലും മര്യാദയ്ക്ക് എടുക്കത്തില്ലെന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളുടെ ആക്ഷേപം, അംഗങ്ങളുടെ ആക്ഷേപം. അതേസമയം അൻസിബയെ ഏത് സമയത്ത് വിളിച്ചാലും, ഷൂട്ടിങ്ങിൻ്റെ ആ സമയത്ത് അല്ലാതെ എപ്പോൾ വിളിച്ചാലും
എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ഏതാളുകൾ വിളിച്ചാലും അത് വലുപ്പച്ചെറുപ്പമില്ലാതെ അമ്മയുമായി ബന്ധപ്പെട്ട ഏതൊരാളുകൾ വിളിച്ചാലും അവരുടെ സഹായം കിട്ടുന്ന ആളുകൾ വിളിച്ചാലും അൻസിബാസൻ ഫോൺ അറ്റൻഡ് ചെയ്യും ഏത് സമയത്തും, ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ഞാൻ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം വെച്ചാൽ ഈ സിനിമയിൽ അഭിനയിക്കാത്ത ആളുകളാണ് ഇപ്പോൾ അതിന്റെ ഭാരവാഹിത്വത്തിൽ നിൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം സിനിമയിലൊന്നും വലിയ അവസരങ്ങളൊന്നും ഇല്ലാതെ ഏകദേശം സിനിമയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഉള്ള പിന്നെ അൻസിബാസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ശ്വേതാമേനോനും അൻസിബയ്ക്കും മാത്രമാണ് ശരിക്കൊരു പ്രൊഫഷണൽ തിരക്കുള്ള ആളുകൾ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് അറ്റ് ഹോം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ അമ്മയ്ക്കകത്ത് ഉള്ളത്. അത് തന്നെയാണ് അവിടുത്തെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. കാരണം അവർക്ക് ഈ മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ചൊറിയ കുത്തി പിടിച്ച് ഇരിക്കല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് എല്ലാ വിഷയത്തിനകത്തും പോയിട്ട് കൈയിടാൻ പറ്റത്തില്ലായിരുന്നു. അവർ കാര്യങ്ങൾ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അത് നടത്താൻ പറ്റുന്ന രീതിയിൽ ഇടവേള ബാബു ചെയ്തുകൊണ്ട് വരുന്നു. ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് ഇന്നസെൻ്റ് പ്രസിഡന്റ് ആകുമ്പോൾ ഇടവേള ബാബു കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ. അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവരെല്ലാം തിരക്കുകളിലാകുമ്പോൾ കുഞ്ചാക്കോ ബോബനൊക്കെ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അവരെല്ലാം അതിൻ്റെ പൃഥ്വിരാജിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നതാണ്. അവർ ഇതിനകത്തോട്ട് വല്ലാതെ ഇടപെടാൻ പോയിട്ടില്ല. ഇതെന്താണെന്ന് വെച്ചാൽ കുറേ എണ്ണത്തിന് സിനിമയില്ല, സീരിയലും ഇല്ല, ഒരു കുന്തവും ഇല്ല. അവർ ഏതെങ്കിലും ഗൾഫ് പ്രോഗ്രാമിന് പോലും ആരും വിളിക്കുന്നില്ല. അങ്ങനെയുള്ള കുറേ എണ്ണത്തിന് വേറെ പണിയൊന്നും ഇല്ല. ആക്കിയെടുത്തുകൊണ്ട് രാവിലെ ആയി കഴിഞ്ഞാൽ കെട്ടി എഴുന്നള്ളി ഇവിടെ അങ്ങ് ചെല്ലും. എന്നിട്ട് അവിടെ പോയിട്ട് തമ്മിലടിയാണ്. പണ്ട് ഇപ്പോൾ പുഴയുടെ കരയ്ക്ക് തുണി കഴുകാൻ പോകുമ്പം പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ നമ്മൾ നാട്ടിൻപുറത്ത് കേട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ എടീ അവളിങ്ങനെ അടി എന്ന് പറഞ്ഞ ഒരുത്തിയോട് പറയും, മറ്റുള്ള ഇങ്ങനെ പറയും. ഈ പറച്ചിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് അത് മാത്രമല്ല, നീനാക്കുറുപ്പിനെ ലക്ഷ്മി പ്രിയ തെറി വിളിക്കുന്ന ഓഡിയോ അതുവരെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഒരു മഹത്തായ ഒരു സംഘടനയ്ക്കകത്ത് ഒരുപാട് അശരണരായ കലാകാരന്മാർക്ക് കൃത്യമായി വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന സംഘടനയ്ക്കകത്ത് സ്ത്രീകൾക്ക് ആധിപത്യമുള്ള സ്ഥിതി വന്നു കഴിഞ്ഞപ്പം അതിനകത്തുള്ള ഈ കുറച്ച് പെണ്ണുങ്ങൾ ഈ ആവശ്യമില്ലാത്ത അവരെ പെണ്ണുങ്ങളെന്ന് അങ്ങനെ പെണ്ണുങ്ങളെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, കുറച്ചെണ്ണം അതൊരു വന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം മാന്യമായിട്ട് ഇത് കൊണ്ടു നടക്കുന്നവരെ മൂലയ്ക്കാക്കുകയും കൂടെ ചെയ്യുക. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ പറയുന്നത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിട്ടുപോകും. അവർക്ക് ഈ നാണം കെട്ട ഈ പന്നികളുടെ ഇടയിൽ ഗുസ്തി പിടിക്കാൻ താല്പര്യമുണ്ടോ? കുഞ്ചാക്കോ ബോബന് അതിന് താല്പര്യമുണ്ടോ? പൃഥ്വിരാജിന് അതിന് താല്പര്യമുണ്ടോ? ആസിഫ് അലിക്ക് അതിന് താല്പര്യമുണ്ടോ? ഇവർക്ക് ആർക്കെങ്കിലും ഫഹദ് ബാസിലിന് അതിന് താല്പര്യമുണ്ടോ? ഇവരാരെങ്കിലും അതിന് തിരിഞ്ഞു നോക്കാൻ നിൽക്കുമോ? ഇവർ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തൊരു പുനഃസംഘടന ഷഫ്ലിംഗ് നടത്തണം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ സിദ്ദിഖിനെതിരെ ആക്ഷേപം വന്ന സമയത്ത് മാറുമ്പോൾ തന്നെ താൽക്കാലിക കമ്മിറ്റി വെക്കാതെ, അഡ്ഹോ കമ്മിറ്റി വെക്കാതെ, മൊത്തം കമ്മിറ്റി പിരിച്ചുവിടാതെ അന്ന് തന്നെ ജഗദീഷിനെയും ജോയ് മാത്യുവിനെയും പ്രസിഡന്റ് സെക്രട്ടറി ആക്കിയിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. എന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലും ചെയ്യേണ്ടത് ജഗദീഷിനെ ശ്വേതാമേനോനെ ആണെങ്കിൽ ആക്കിക്കോട്ടെ, ശ്വേതാമേനോനെ തൊടാൻ അനുവദിക്കുക. ശ്വേതാമേനോനെ ഇപ്പോൾ കുക്കു പരമേശ്വരൻ ശ്വേതാമേനോനെ തൊടാൻ അനുവദിക്കുന്നില്ല ഒന്നും. ശ്വേതാമേനോനെ ചെയ്യാൻ ആഗ്രഹമില്ലാണ്ടല്ല, കുക്കു പരമേശ്വരൻ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുക, ജഗദീഷിനെ ശ്വേതാമേനോനെ ഏൽപ്പിക്കട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇടവേള ബാബുവിനെ തിരിച്ചുകൊണ്ടിട്ടേന്നേ. ഇവർ ചെയ്യേണ്ടത് ഇപ്പോൾ ഏറ്റവും AMMA എന്ന പ്രസ്ഥാനം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇടവേള ബാബുവിനെ എല്ലാവരും കൂടെ പോയിട്ട് വിളിച്ച് കൈയും കാലും പിടിച്ചു കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ചെറിയ മനുഷ്യരാ കൈയും കാലും കെട്ടിയിട്ടിട്ട് പാഴ്സലാക്കി കൊണ്ടുവന്നിട്ട്, അല്ല ഞാൻ പറഞ്ഞു പാഴ്സലാക്കി കൊണ്ടുവന്നിട്ട് നേരെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് അങ്ങ് ഇരുത്താണ്ട് വാതിലും പൂട്ടിയിടുക. എന്നിട്ട് പറയാ ബാബുചേട്ടാ പോകല്ലെന്ന് ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറയാ. പണ്ട് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് 2021 നേമത്ത് മത്സരിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ ആൾക്കാർ ആത്മഹത്യ ഭീഷണി മുടക്കിയ പോലെ എല്ലാവരും കൂടെ ഇരിങ്ങാലക്കുടെ പോയിട്ട് ഇടവേള ബാബുചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ഭീഷണി മുടക്കിയിട്ട് പുള്ളിയെ തിരിച്ചു കൊണ്ടുവന്നാൽ ഇപ്പം ഇതിനെ തിരിച്ചു പിടിക്കാം. ജോയ് മാത്യു ഇനി അതിന് പോകാൻ നിൽക്കുന്നില്ല. കാരണം ഈ ഇടവേള ബാബു ഈ ഒരു കമ്മിറ്റിയിൽ ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുമോ? അല്ല, ഇതിനെയൊക്കെ ഇതുങ്ങളെല്ലായിടത്തും മാറ്റുന്നത് അൻസിബെ നടത്തണം. ശ്വേതാമേനോനെ നിലനിർത്തണം. അൻസിബെ നിലനിർത്തണം. ഇർഷാദിനെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവരണം. ഇർഷാദിനെ പോലെയുള്ള വിഷണറി ആയിട്ടുള്ള പൊളിറ്റിക്കും ഐഡിയോളജി ഉണ്ട്. സലീം കുമാറിനെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവരണം. ഇന്ദ്രൻസിനെ പോലുള്ളവരെ വരെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യണം, മനുഷ്യത്തുള്ള ആൾക്കാരെ. അതേപോലെ തന്നെ WCC എന്ന് പറഞ്ഞിട്ട് വിട്ടുപോയ സിനിമ പാർവതി തിരുവോത്തിനെയും മഞ്ജു വാര്യരെയും ഒക്കെ ഉൾപ്പെടെയുള്ളവരുമായിട്ട് സംസാരിക്കും. അവരുടെ ഇടയിൽ നിന്ന് പോലും ഒരാളെ കൊണ്ടുവരണം. ഉർവശിയെ പോലെയുള്ള പക്വതയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരണം. അങ്ങനെ അപ്പോഴും സ്ത്രീ പ്രാതിനിധ്യമായല്ലോ. ഞാൻ പറഞ്ഞത് അൻസിബയും ശ്വേതയും ഒക്കെ നിലനിർത്തുക. ടിനി ടോമിനെയും ഈ കുക്കു പരമേശ്വരനെയും മറ്റേ പപ്പി പരമേശ്വരനെയും ഒക്കെ എടുത്ത് പുറത്ത് കളയുക. അതുങ്ങളെ എല്ലായിടത്തും മാറ്റിക്കളഞ്ഞിട്ട് ഇങ്ങനെ ജഗദീഷ് ഈ പറഞ്ഞ ടീം എല്ലാവരെയും കൊണ്ടുവരിക. പക്ഷേ
ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അതിൻ്റെ ദൈനംദിന ഡെയിലി ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നടത്താൻ പ്രാപ്തിയുള്ള ആളെന്നുള്ള രീതിയിൽ അതിനുവേണ്ടി പൂർണ്ണ ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ പുള്ളി അതിൻ്റെ അറിവ് ഇടവേള ബാബു ചേട്ടൻ പിന്നെ സഫാരി ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ചില എഗ്രിമെൻറ്റുകളിലും ധാരണകളിലും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെതായ തിരക്കുകളുണ്ടാവും. എന്നാൽ തന്നെയും പുള്ളിക്ക് ഇതിൻ്റെ പൾസ് അറിയാം, ഇതെങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത് അറിയാം. പുള്ളിയുടെ ഫോണിൽ കൂടെ പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പുള്ളിയെ തന്നെ പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവരികയും ബാക്കി ഈ പറഞ്ഞ ആളുകളെല്ലാം സലീംകുമാറിനെ ഇന്ദ്രൻസിനെയും, സലീംകുമാർ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്, ഇർഷാദ് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, ഈ പിന്നെ അങ്ങനെയുള്ള ആളുകൾ പലരും ഉണ്ട്. ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ട് തിരിച്ചു കൊണ്ടുവരികയും ഈ ടിനി ടോമിൻ്റെ മോൻ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പറഞ്ഞ് തെറി വിളിക്കുന്നത്, പക്ഷേ മായും പൂവും കൂട്ടിയിട്ട് തെറി വിളിക്കുന്നത്, അതായത് വീട്ടിലെ ഭാഷയാണ്, ഔദ്യോഗിക ഭാഷ അപ്പം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഭാഷ വന്നിട്ട് ഇതിനകത്തും വന്നിരുന്നിട്ട് ഇവരെ ഗ്രൂപ്പിൽ ഇരുന്ന് പറയുക. അപ്പം അങ്ങനെയുള്ളവനെയൊക്കെ പിന്നെ പറഞ്ഞയച്ചേച്ച്, കാരണം അവൻ്റെ കഥകളൊക്കെ നമുക്കറിയാമല്ലോ, ഇവിടെ തന്നെയാണല്ലോ പറവൂരാണല്ലോ സ്ഥലം ടിനി ടോം. കുറച്ച് വലുപ്പമുണ്ടെന്നല്ലേ ഉള്ളൂ, ബുദ്ധിയില്ല എന്തായാലും. അതുണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് പറ്റത്തില്ല. അപ്പൻ്റെ ബുദ്ധിയും മത്തം കുടിച്ചിട്ട് കുമ്പളം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മോൻ്റെ വീഡിയോ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ രീതിയിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ പിന്നെ ജോയ് മാത്യു ഇനിയിപ്പോൾ അതിന് തയ്യാറാവുന്നതും കരുതുന്നില്ല, മമ്മൂട്ടി മോഹൻലാലും അതിന് തയ്യാറാവുന്നതും കരുതുന്നില്ല. ജോയ് മാത്യു പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുമെന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്, ചലച്ചിത്ര അക്കാദമിയുടെ ഉൾപ്പെടെയുള്ള രീതിയിലേക്ക്. പിന്നെ അങ്ങനെ എന്തെങ്കിലും പോയാലും ഇല്ലെങ്കിലും ഈ രീതിയിൽ ജഗദീഷ് ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടവേള ബാബുവിനെ അതിൻ്റെ കീ പോസ്റ്റിൽ നിർത്തിക്കൊണ്ട് വന്നാൽ AMMAക്ക് അതിൻ്റെ പ്രതാപകാലം തിരിച്ചു പിടിക്കാം. പിന്നെ അൻസിബിയോടൊക്കെ പറയാനുള്ളത്, ചാനലിൽ ആരെങ്കിലും ചോദിക്കുമ്പം AMMA എന്ന് പറയുമ്പോൾ ഞാൻ അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ മറുപടി പറയുള്ളൂ എന്നുള്ള പഴയ ദുർവാശിയൊക്കെ ഇനി അങ്ങ് നിർത്തിക്കോണം. ഇത് അമ്മയൊന്നുമല്ല, ഇത് AMMA മാത്രമാണ് എന്ന് അൻസിബി ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴെങ്കിലും തിരിച്ചറിയുകയും കൂടെ വേണം.